ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് വളരെ സന്തോഷത്തിലാട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് തന്നെ എയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടോ, അതായത് 12 മാസമായി ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇന്ന് 5-ാം തീയതിയാണ്. ഒരു വർഷം മുമ്പുള്ള 5-ാം തീയതിയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് HNS ക്ലിനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളതോ എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് കുളത്തിലാണ്. അപ്പോൾ റിസൾട്ട് വീഡിയോ അതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിരുന്നു, മുടിയിൽ വെള്ളമൊക്കെ പാർന്നിട്ട് ഉള്ളു കാണുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി ഉള്ളു കാണുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഏതായാലും കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി തന്നെ ഞാനവിടെ വെച്ചിട്ടുണ്ടോ. നിങ്ങളെ ചാനൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിലുണ്ടാവും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത്. അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ പോകുന്നത് മുതൽ, അതായത് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ടെസ്റ്റ് ചെയ്യുന്നത് മുതൽ അവിടേക്ക് യാത്ര ചെയ്യുന്നത്, അവിടെ നിന്ന് ഓരോരോ പ്രൊസീജിയർ, നമുക്ക് ഹെയർ ലൈൻ മാർക്ക് ചെയ്യുന്നത് തുടങ്ങി എല്ലാ പ്രൊസീജിയറും, അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നതും, പിന്നെ ഒരാഴ്ച നമ്മൾ നല്ലോണം കെയർ ചെയ്യണം ഹെയർ. കാരണം നമ്മൾ പുതിയ മുടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് തൊടാനൊന്നും പാടില്ല. സലൈൻ വാട്ടറൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് 1 വീക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതുവരെയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെഡ് വാഷ് ചെയ്യുന്നത്. ഹെഡ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ല നമുക്ക് നമ്മൾ ചെയ്ത ക്ലിനിക്ക് എവിടെയാണോ അവിടെ നിന്ന് പോയിട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ചൊന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഷാമ്പു അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോരോ മാസത്തെ അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് ഇട്ട് വരുന്നുണ്ടോ. നമുക്ക് ഷെഡിങ് ഫേസ് വരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഒരു 3 മാസം വരെ ഷെഡിങ് ഫേസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ വെച്ച മുടി മൊത്തം കൊഴിഞ്ഞു പോകും. അത് കൊഴിഞ്ഞു പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ കിളിർത്ത് വന്ന് നമുക്കൊരു, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 5-6 മാസമാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ചീവി വെക്കാനുള്ള സെറ്റപ്പിലാവും. പിന്നെ ഓരോരോ മാസം കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ വന്ന് തിക്കായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്നോട് ക്ലിനിക്കിൽ നിന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ പറഞ്ഞത് 1 ഇയർ സമയം കൊണ്ടാണ് നമുക്ക് ഫുൾ റിസൾട്ട് വരിക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഒരു 8 മാസം മുതൽ 1 ഇയർ കൊണ്ട് നമുക്ക് ഹെയർ ഫുൾ ഗ്രോത്ത് ആയി വരുന്ന പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ മാസം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു 1 ഇയർ ഫുൾ റിസൾട്ട് കാണാൻ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഫുൾ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നല്ല വീഡിയോ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതാ വെള്ളത്തിൽ മുങ്ങിയിട്ട് എണീറ്റിട്ടൊക്കെ നമുക്ക് സെറ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പേടിയാണെങ്കിൽ ഒരിക്കലും പേടിക്കണ്ട. ഇതിന് ആ ഒരു 2 ദിവസം കുറഞ്ഞ വേദന അത് സഹിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. വേറെ തലവേദന കാര്യങ്ങളൊന്നും തന്നെ ഇതിനില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ തന്നെ കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങിയ ഒരാളാണെങ്കിൽ നമുക്ക് GFC, PRP, പിന്നെ അതേപോലെ ബയോട്ടിക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മുടി കൊഴിയാതെ നോക്കാൻ സാധിക്കും. പോയി നമുക്ക് എൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അത്രയും പോയതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഇതിന് മുമ്പും കൊഴിച്ചിലുള്ള സമയത്ത് ഞാനിതേപോലെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് കുറേ ആലോചിച്ച് നിന്ന് അന്നേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് വരുന്നില്ല. ഇനി ഇപ്പോൾ എൻ്റെ ക്രൗൺ ഏരിയ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് തന്നെ കുറവാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ GFC, PRP ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മഴ ചെറുതായിട്ട് തുള്ളിയിടുന്നു കേട്ടോ. ഏതായാലും അപ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാം. അതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹെയർ ലൈൻ എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 4000 ഗ്രാഫ്റ്റാണ് കേട്ടോ വെച്ചത്. എൻ്റെ താടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എൻ്റെ പിന്നിന്നുമാണ് മുടിയെടുത്തത്. അപ്പോൾ ആ ഗ്രാഫ്റ്റുകൾ ഇവിടെ ഫ്രണ്ട് കാണാം. ഫ്രണ്ട് തന്നെ നല്ലൊരു സിഗ്സാഗ് ലൈനിലാണ് അവർ വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ചെയ്തത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനൊന്നും കഴിയണില്ല മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്താന്നുള്ളത്. ചിലരോടൊക്കെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ എൻ്റെത് കഴിഞ്ഞിട്ടും അവിടെ ക്ലിനിക്ക് പോയി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടോ. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് എടുത്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ. അത്യാവശ്യം നല്ല കുറ്റിയാക്കി അല്ലെങ്കിൽ മുട്ട അടിക്കുന്ന സമയത്തൊക്കെ അവിടെ ഡോട്ട് കാണുമായിരിക്കും. മുട്ട അടിക്കുന്നുണ്ട് ഞാൻ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് മുട്ട അടിച്ചിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് കൂടി നമുക്ക് കാണിക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ റിസൾട്ട് നോക്കാം. അപ്പോൾ ബാക്ക് ഭാഗം നല്ല അത്യാവശ്യം ഫില്ല് ആവുന്നുണ്ട്. ഇങ്ങനെ താടിയിൽ നിന്ന് എടുത്ത ഭാഗത്തൊക്കെ ചെറിയ ഡോട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് കാണാനുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. മൂക്കം ഉണങ്ങി, മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊരു 10 ദിവസം കൊണ്ട് നമുക്ക് മുറിവ് ഉണങ്ങിയിരുന്നു. പിന്നെ ആ ഡോട്ടിൻ്റെ കല പോകാനുള്ള സമയമാണ്. അത് കുറച്ച് സമയം കൊണ്ട് കല ഫുള്ളായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഉള്ളു നോക്കുകയാണെങ്കിൽ ഇതാ ഉള്ളു 4000 ഗ്രാഫ്റ്റ് വെച്ചിൽ അത്യാവശ്യം നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഒറിജിനൽ മുടിയുടെ അത്ര ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. നമുക്കിപ്പോൾ ഒരു 17-18 പ്രായത്തിലൊക്കെ പക്ഷേ നല്ല ഉള്ളുള്ള മുടിയായിരിക്കും. ആ പ്രായത്തിലുള്ള മുടി നമുക്ക് എന്തായാലും നാച്ചുറലായിട്ടുള്ളത് എന്തായാലും ഇനി തിരിച്ചു കിട്ടില്ല. കാരണം ഇത് സൂചി വെച്ച് നമുക്ക് എത്ര അടുപ്പിച്ച് വെക്കാൻ കഴിയണം അത്രയും അടുപ്പിച്ചിട്ടാണ് വെച്ചത്. എന്നാലും നമുക്ക് ഒരാളെ ഡീക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ, നല്ല ഇതായിട്ട് നിൽക്കും. പിന്നെ വെള്ളം കൂടി നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ മുടി നല്ല ഒട്ടി നിൽക്കും, 2-3 മുടിയൊക്കെ ഒട്ടി നിൽക്കണമെന്ന് തന്നെ കുറച്ച് ഉള്ളിൽ നന്നായിട്ട് കാണും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ. നമ്മൾ വെള്ളത്തിൽ മുങ്ങി എണീക്കുന്ന ആ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും മുടി എത്രത്തോളം ഉണ്ടെന്ന്. എന്നാലും അത്യാവശ്യം സെറ്റാണ് മുടി. അങ്ങനെയൊന്നുമില്ല, ഒരു വർഷത്തെ ഈ റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തുടർന്നും എൻ്റെ ചാനൽ നിങ്ങൾ കാണാം, ഇനിയും അപ്ഡേറ്റ് വരുന്നതാണ്. നമ്മൾ മുട്ടയടിച്ചാണ്ട് കുറ്റിയാക്കിയാണ്ടൊക്കെ മുടി ചെക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം വരുന്നുണ്ട്, ഉള്ളു കാണുന്നുണ്ടോ, അതുപോലെ വന്നിട്ടുണ്ടോ, ഇത് വന്ന ഭാഗത്ത് എങ്ങനെയാണ്, ഇവിടെയൊക്കെ നമുക്കൊരു ചെറിയ മാർക്കൊക്കെ കാണാനുണ്ടായിരുന്നു വെച്ച സമയത്ത്, അതൊക്കെ പോയി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏതായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഇപ്പം എൻ്റെ ഹെയർ ഇതാണ് നോർമലായിട്ട് ഞാൻ വാർന്നു വെച്ചാണ്. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നോക്കാം നമുക്ക്. ഞാൻ മുങ്ങണിക്കാൻ പോട്ടോ, എൻ്റെ ചെവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഓപ്പറേഷൻ പാളിക്കണം, അതുകൊണ്ട് പാടൊക്കെ പോട്ടുണ്ട്. ചെവി ഞാൻ പൊത്തിച്ചിട്ടോ മുങ്ങാൻ പോണേ. ഞാൻ മുങ്ങ എണീക്കുമ്പോൾ കണ്ടോണ്ടിട്ടോ. ഇതാണ് ഗൈസ് കണ്ടീഷന്. നമ്മളെ മുടി ഒന്നുകൂടി മുങ്ങി എണീറ്റ് കാണിച്ചു കേട്ടോ, അന്നോളം കുടഞ്ഞിട്ട്. എൻ്റെ ക്രൗഡ് ഏരിയ ആണ്, ഞങ്ങൾ ക്രൗഡ് ഏരിയ അത്യാവശ്യം പൊയ്ക്കണ്, എന്നാലും കുഴപ്പമില്ല. ഫ്രണ്ട് ഏരിയ നമ്മൾ ചെയ്ത് 4000 ഗ്രാഫ്റ്റ്. അപ്പോൾ ഇതാണ് റിസൾട്ട് ഗൈസ്. മുടി മേലേക്ക് ചീ വെച്ചതാ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞില്ല, വെള്ളം തട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2-3 മുടിയൊക്കെ ഒരുമിച്ച് നിൽക്കണോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു തിക്നെസ് ഫീൽ ചെയ്യില്ല. ഉള്ളു നമ്മൾ കാണുന്നത്, ഉള്ളിങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് കണ്ടീഷൻ. വെള്ളം നനച്ചാൽ അപ്പോൾ നമുക്കിനി ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിറങ്ങാം, പുഴയിലൊക്കെ ഇറങ്ങട്ടോ, ധൈര്യമായിട്ട് കുളിക്കാം. മുടി ഇത്രയും ഉണ്ടാവും. അപ്പോൾ ചീക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് നിൽക്കും കേട്ടോ, ഒരു പ്രശ്നമില്ല. എങ്ങോട്ട് ചീക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് അതേമാതിരി കുറേ എന്താ പറയുക മുടി ഒട്ടി നിൽക്കുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. ഇത്രയും കേട്ടോ, ഞാൻ നീന്തിയാണ്ട് കേട്ടോ.